നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ ബോർഡം ക്ലബ്. സോ ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു വലിയ സ്ട്രഗിൾ, കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആരാണ് നമ്മുടെ സുഹൃത്തുക്കൾ? ശരിക്കും നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണോ? ശരിക്കും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടോ? അറിയില്ല അല്ലേ? കൺഫ്യൂസ്ഡ് ആയല്ലേ? ഈ കൺഫ്യൂഷൻ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ശരിക്കും ഇതിനൊരു ഉത്തരവുണ്ട്, പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. സത്യത്തിൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല. സോ ഇന്നത്തെ ടോപ്പിക് ഫ്രണ്ട്സ് വേഴ്സസ് അക്വൈൻറ്റൻസസ്. കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം അടിസ്ഥാനപരമായി ഒരു ഫ്രണ്ടും അക്വൈൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രണ്ട് നമ്മളോടൊപ്പം ഒരു വളരെ ഡീപ്പായ ഒരു ഇമോഷണൽ കണക്ഷൻ ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കും. അതായത് നമ്മളെ കൂടെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മൾക്ക് വേണ്ടി ഇനിയിപ്പോൾ ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ. അതായത് അടിസ്ഥാനപരമായി നമുക്ക് അയാളോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മുടെ ബ്ലഡിനോടുള്ള ഒരു കണക്ഷൻ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാൾ ഒരു കണക്ഷനുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വൈൻറ്റൻസ് എന്താണ്? നമുക്ക് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം ഒരു അടുപ്പമില്ലാത്ത, ഒരു എപ്പോഴും ഒരു ക്ലിയർ ആയ ഒരു ബൗണ്ടറി വെക്കുന്ന ബന്ധങ്ങളില്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, നമ്മുടെ നെയ്ബേഴ്സിൽ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ, നമുക്ക് നമ്മുടെ ജിമ്മിൽ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ. നമുക്ക് അവരെ പരിചയമുണ്ട് എന്ന് കരുതി പരിചയമുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാവണം എന്നില്ലല്ലോ. അങ്ങനെയുള്ളവരെയാണ് അക്വൈൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള, നമ്മൾക്ക് പരിചയമുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല. നമ്മളവിടെ കുറച്ച് ഫാക്ടേഴ്സ്, നമുക്ക് എന്തൊക്കെയാണ് ഒരു അക്വൈൻറ്റൻസിനെയും ഫ്രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ ക്ലിയറായ ബൗണ്ടറികൾ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടേക്കാം. നമ്മൾ ഒരുപാട് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഒരടുപ്പം കാണിക്കുമ്പോൾ, ഒരു അഫെക്ഷൻ കാണിക്കുമ്പോൾ, നമ്മൾ അവരിൽ നിന്നും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരിൽ നിന്നും പല കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യും. പലപ്പോഴും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഏതൊരു ബന്ധത്തിലും പ്രശ്നങ്ങൾ ആരംഭിക്കുക. സോ അങ്ങനത്തെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നമുക്ക് ലൈഫിൽ ഒഴിവാക്കിക്കൂടെ? അങ്ങനെ ഒഴിവാക്കാൻ നമുക്ക് ആദ്യം ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ, ആരൊക്കെയാണ് നമുക്ക് പരിചയമുള്ളവർ എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തിയാൽ അത് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതുവരെ മനസ്സിലാക്കിയതിൽ ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് അത്യാവശ്യമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ഓരോ ബന്ധങ്ങളിലും, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഓരോ ബന്ധങ്ങളിലും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഇമോഷണലി ആവാം, അല്ലാതെ ആവാം. പലപ്പോഴും നമ്മൾ ഒരാളെ ഒരു രീതിയിൽ കാണുകയും അയാൾ നമ്മളെ ആ രീതിയിലല്ല തിരിച്ചു കാണുന്നതെന്നും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ നമുക്ക് ഡിസപ്പോയിൻമെന്റ് സ്റ്റാർട്ട് ചെയ്യും. പല ബന്ധങ്ങളും ഇല്ലാതാവുന്നതും പല ബന്ധങ്ങളിലും വിള്ളൽ വീഴുന്നതും ഇങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് കൊണ്ടാണ്. അപ്പോൾ ആരാണ് നമ്മുടെ സുഹൃത്ത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കൂടുതൽ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് ആദ്യമേ തിരിച്ചറിയാൻ സാധിച്ചാൽ ഈ ഡിസപ്പോയിൻമെന്റുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം. ഈ ഡിസപ്പോയിൻമെന്റുകൾ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആവും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ആളുകളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമായിരുന്നു. എനിക്ക് വെറുതെ പരിചയമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് പോലും ഞാൻ എപ്പോഴും നല്ലത് മാത്രം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും, നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് വിശ്വസിക്കുന്ന പല ആളുകളിൽ നിന്ന് പോലും പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോഴാണ് ഞാൻ വെച്ചിരുന്ന എക്സ്പെക്ടേഷൻസിന്റെ ഒരു ദൗർബല്യം ഞാൻ മനസ്സിലാക്കിയത്. അത് എത്രത്തോളം വീക്കായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മുടെ സോഷ്യൽ ലൈഫിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ അടുത്തും നമ്മൾ വളരെ ക്ലിയർ ആയ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിൽ 5 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ്. 2, വിശ്വാസം. 3, പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻസ്. 4, സമയം. 5, പേഴ്സണൽ ഗ്രോത്ത്. ആദ്യത്തേത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളെല്ലാവരും ഒരു എനർജി ക്യാരി ചെയ്യുന്ന ആളുകളാണല്ലേ. നമ്മളെല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു വൈബ് ഷെയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ എല്ലാവരുടെ അങ്ങനെ ഒരേ ലെവൽ ഓഫ് എനർജിയിൽ ഇന്ററാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലതുകൊണ്ടോ? നമ്മൾക്ക് എവിടെ നിന്നാണോ ആ ഒരു സെയിം എനർജി അല്ലെങ്കിൽ ആ വൈബ് കിട്ടുന്നത് അവിടെ മാത്രം നമ്മൾ ചെയ്താൽ പോരെ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇമോഷണൽ എനർജി നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആ എനർജി മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ ചിലപ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്തു എന്ന് വരില്ല എന്ന സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി.
രണ്ടാമത്തത് വിശ്വാസം. നമ്മളെല്ലാവരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളോടൊപ്പം കൂടെ ഉണ്ടാകും, എന്നും ഉണ്ടാകും, മരിക്കുന്നവരെ ഉണ്ടാകും എന്ന് പറയുന്ന സുഹൃത്തുക്കളായാലും റിലേഷൻഷിപ്പുകളായാലും കുടുംബക്കാരായാലും ആരും ആയിക്കോട്ടെ, എല്ലാവരും നമ്മുടെ വിശ്വാസം ഡിസേർവ് ചെയ്യുന്നില്ല. സമയമാണ് അത് തെളിയിക്കുന്നത് ആരാണ് നമ്മുടെ ട്രസ്റ്റ് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് തന്നെ മൂന്നാമത്തെ പോയിന്റ് പറയാം, സമയം. നമുക്കങ്ങനെ ഒരുപാട് സമയമൊന്നുമില്ലല്ലോ. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും ഇടയിലാണ് നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി ജീവിക്കണം. അതിനിടയിൽ എപ്പോഴാണ് നമ്മൾ ഈ സൗഹൃദങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്? ആ സമയം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കളയാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ ഇല്ല. സമയം പോലെ തന്നെ എനർജിയും ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ചൂസിയായി ആർക്ക് വേണ്ടി നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, ഒരാൾക്ക് എത്ര സമയം അലോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യത്തില്ല. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സ്പെക്ടേഷൻസ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഞാൻ പല ആവർത്തി ഈ പോഡ്കാസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ് എക്സ്പെക്ടേഷൻസ്. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരു സോഷ്യൽ ആനിമൽ ആയിട്ടാണ്. നമുക്ക് ആളുകളോട് ഇന്ററാക്ട് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണോ അവരെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അതേ ഒരു ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ തിരിച്ച് എക്സ്പെക്ട് ചെയ്യും. അതൊരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ അവരെ കാണുന്നത് പോലെ അവർ നമ്മളെ കാണണമെന്നോ പരിഗണിക്കണമെന്നോ ഇല്ല. അതുകൊണ്ട് വ്യക്തമായി ആളുകളെ മനസ്സിലാക്കി, ആളുകളെ വ്യക്തമായി വേർതിരിച്ച് കാണാൻ പഠിച്ചതിന് ശേഷം മാത്രം അവരിൽ നിന്ന് പ്രതീക്ഷകൾ വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ അമിത പ്രതീക്ഷകൾ പലപ്പോഴും നമ്മളെ ദുഃഖത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കൂ. ആരോടും ഒന്നിനോടും അമിതമായ എക്സ്പെക്ടേഷൻസ് വെക്കരുത്. ആളുകൾ മാറും, സമയം മാറും, സാഹചര്യങ്ങൾ മാറും. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻസ് മാത്രം ഒരേപോലെ നിന്നാൽ അതിൻ്റെ ദുഃഖം നമ്മൾ മാത്രം അനുഭവിക്കേണ്ടി വരും. ഇനി അഞ്ചാമത്തേത് പേഴ്സണൽ ഗ്രോത്ത്. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, അത് കരിയർ ആവണമെന്നില്ല, നമ്മുടെ എന്ത് അവസ്ഥയിലാണെങ്കിലും അവർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. എല്ലാത്തിനും ഉപരി അവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും അവർക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും, നമ്മുടെ പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും, നമ്മൾ നല്ല ആരോഗ്യാവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിലും അവർ നമ്മളൊപ്പം ഉണ്ടാവും. നമ്മളെന്ന വ്യക്തിയെ ഗ്രോ ചെയ്യാൻ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അവർ സഹായിക്കും. അക്വന്റൻസുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അവർ നമ്മളെ നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കുമായിരിക്കും. കരിയറിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയേക്കാം അവർ എന്ന് കരുതി ഒരിക്കലും നമുക്ക് അവരോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ നമ്മളോടത് കാണിക്കുന്നുണ്ടാവില്ല. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരിക്കലും അവരെ വില കുറച്ച് കാണുന്നതല്ല. ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്, നമ്മുടെ എനർജിക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ എഫേർട്ടുകൾക്കും വേണ്ടിയാണ്. നമ്മൾക്കുള്ളതെല്ലാം നമ്മുടെ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിനും പീസിനും വേണ്ടി ചിലപ്പോഴൊക്കെ ഇന്റേണലി നമ്മൾ ആളുകളെ ക്ലാസിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തായാലും ബോർഡം ക്ലബ്ബ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം ബോർഡം ക്ലബ്ബ്.